വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം അവർ ഗലീലയ്ക്ക് എതിരെയുള്ള ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ പിശാചു ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുൻപിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവനതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട്, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ലെഗിയോൻ എന്നവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ ഞങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻ പുറത്ത് മെയ്യുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴക്കാം തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്നു. പിശാചു ബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. പിശാചു ബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അതുകണ്ട ആളുകൾ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ എല്ലാവരും അവനോട് അപേക്ഷിച്ചു. കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു. അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. പിശാചു ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെയായിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. ദൗത്യനിർവഹണം ജീവിതത്തിൽ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു എന്നാണല്ലോ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ഇത് അന്നത്തെ ജനങ്ങളുടെ സാംസ്കാരികവും സാമൂഹികവും മാനസികവുമായ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരണ ശൈലി എന്ന രീതിയിൽ ധരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇന്നത്തെ സാംസ്കാരികവും സാമൂഹികവും മാനസികവുമായ പശ്ചാത്തലം അനുസരിച്ച് അതിനെ കടുത്ത തീവ്രതയുള്ളൊരു മാനസിക രോഗം യേശു സുഖപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ നിഗമനം. തീവ്രമായിട്ടുള്ള ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഉന്മാദ രോഗങ്ങൾ വ്യക്തികളെ ബാധിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ വളരെ തീവ്ര ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മാനസിക രോഗമുള്ള ഒരു രോഗി എന്ന രീതിയിൽ അയാളെ നോക്കിക്കാണുന്നതിൽ കൂടുതൽ ഔചിത്യം തോന്നുന്നു. ഈ മാനസിക രോഗി യേശുവിനെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു.
യേശു ആകട്ടെ വളരെ നയപരമായ രീതിയിലാണ് ഈ രോഗിയെ സമീപിക്കുന്നത് തന്നെ. യേശുവിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയുടെ സഹായത്താൽ അത്ഭുതകരമായ രീതിയിൽ തന്നെ ആ മനുഷ്യന് രോഗശാന്തി നൽകുന്നു യേശു. ഇതാ നാട്ടിൽ വലിയ വാർത്തയായി. വാർത്ത കേട്ടവര് ആ രോഗിയെ സന്ദർശിക്കുന്നതിനായിട്ട് എത്തുന്നു. കാരണം ആ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ് അത്. അതുകൊണ്ട് അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്ത ആ നാട്ടിലെ ജനങ്ങളിൽ വിസ്മയവും ഭയവും ഉണ്ടാക്കി. ഓടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ആളുകള് ഇത്രയും തീവ്ര ആക്രമണ സ്വഭാവം കാണിച്ചിരുന്ന ആ മനുഷ്യൻ വളരെ അച്ചടക്കത്തോടുകൂടെ, വളരെ സുബോധത്തോടുകൂടെ, ബുദ്ധിപൂർവം പെരുമാറുന്ന രീതി കണ്ടപ്പോ സാമാന്യം യഥാർത്ഥത്തിലുള്ള അറിവിന്റെ അഭാവം ഉള്ള മനുഷ്യരായതുകൊണ്ട് കൂടുതൽ ഭയമാണ് അവരുടെ മനസ്സിലുണ്ടായത്. അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം, വിസ്മയവും ഭയവും അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയപ്പോൾ അവര് യേശുവിനോട് പറയാനിടവരുന്നു, ഇവിടം വിട്ടു പോകണം എന്ന് പോലും പറയാനിടവരുന്ന ഒരു സാഹചര്യം. അത് ആ ഭയത്തിൽ നിന്നാണ് അങ്ങനെ ഒരു അപേക്ഷ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി കാണുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇടവരുന്നത് നല്ലതാണ്. ഈ മനുഷ്യനാകട്ടെ, ഈ രോഗശാന്തി ലഭിച്ച മനുഷ്യൻ യേശുവിന്റെ അടുത്ത് ഒരു ആട്ടിൻകുഞ്ഞിനെ പോലെ വളരെ ശാന്തനായിട്ട് വ്യാപരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മനുഷ്യർ കാണുന്നത്. ആ രോഗി ആയിരുന്ന മനുഷ്യൻ യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നു, ഗുരുവോ, ഞാനും അങ്ങയുടെ കൂടെ വരട്ടെ? ഇത്രയേറെ വലിയൊരു സഹായം ചെയ്തു തന്ന യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് നന്ദിയുടേതായിട്ടുള്ള വികാരമായിരിക്കാം ആ മനുഷ്യനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ യേശുവിന്റെ ഉത്തരം വളരെ ചിന്തനീയമായിട്ടുള്ള ഒന്നായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. യേശു പറയുന്നു, മകനെ, നീ നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ല്. അവിടെ ജീവിച്ചുകൊണ്ട് നീ നിന്റേതായിട്ടുള്ള ദൗത്യം നിർവഹിക്കുക. ഈ മനുഷ്യനാകട്ടെ അവിടെ ജീവിച്ചുകൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ രൂപപ്പെട്ട ആ നന്ദിയുടേതായിട്ടുള്ള ജീവിതം അവൻ വളരെ വിജയപ്രദമായ രീതിയിൽ നിർവഹിച്ചു എന്നാണ് സുവിശേഷത്തിൽ നിന്ന് കാണുന്നത്. അവന്റെ ദൗത്യം അവൻ നിർവഹിച്ചു. എല്ലാവരോടുമായിട്ട് ഈ സംഭവം അവൻ പങ്കുവെക്കുന്നു. ഇവിടെ യേശുവിന്റെ നിലപാടിലേക്ക് നാം ഒന്ന് ചിന്തിച്ച് വരുന്നത് നല്ലതാണ്. യേശു ഓരോരുത്തർക്കും ഓരോ ജീവിത ദൗത്യം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നാം അല്ല ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. യേശു ഒരിക്കൽ അത് വളരെ വ്യക്തമായ രീതിയിൽ പ്രകാശിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുക്കുന്നത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയും യേശു അത് പ്രകടമാക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ കുടുംബ സാഹചര്യത്തിൽ ജീവിച്ച് അവിടെ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം നീ ഭംഗിയായിട്ട് നിർവഹിക്കും. മറ്റൊരാൾക്ക് കുടുംബ സാഹചര്യത്തിൽ നിന്ന് അകന്ന് ജീവിച്ച് ആ ദൗത്യം നിർവഹിക്കാൻ ആയിരിക്കണം യേശു കൊടുക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും വിളിക്കനുസരിച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആയിരിക്കുന്ന ജീവിത അവസ്ഥ മനസ്സിലാക്കി അതിനെ നാം അംഗീകരിച്ചുകൊണ്ട് ആ ചുറ്റുപാടിൽ ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങള് പ്രേക്ഷിത ദൗത്യം തന്നെ നാം നിർവഹിക്കാൻ ഇടവരേണ്ടത്. അതാണ് ദൈവം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതികള് എന്നെ സംബന്ധിച്ച് എന്താണ് എന്ന് അനുദിനം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വിജയപ്രദമായ രീതിയിൽ എന്റെ ജീവിത ദൗത്യം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എന്നിൽ നിന്നുണ്ടാകേണ്ടത്. പകരം പരസ്പരം താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് നീ അത് ചെയ്യുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല യേശുവിന്റെ ദർശനമനുസരിച്ച് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. നിന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, നിന്റേതായിട്ടുള്ള ജീവിത അവസ്ഥ എന്ത്, അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ് നീ ജീവിച്ച്
അങ്ങനെ ജീവിച്ചെങ്കിലേ നിനക്ക് വളർച്ചയും ഉയർച്ചയും പ്രാപിക്കാനാകൂ. അതാണ് നിന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന സത്യം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലും യേശുവിനെ തിരിച്ചറിയുന്നതിനും അംഗീകരിക്കുന്നതിനും അനുസരിക്കുന്നതിനും തയ്യാറാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ സുബോധമുള്ളവരാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവിത പ്രതിസന്ധികളിൽ യേശുവിനെ തിരിച്ചറിയുന്നതിനോ അംഗീകരിക്കുന്നതിനോ അനുസരിക്കുന്നതിനോ നമുക്ക് ഇടവരാതിരിക്കുന്ന നിമിഷങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി അത്തരം അവസരങ്ങളെ ഉചിതമായ രീതിയിൽ ജീവിതത്തിലെ കൈകാര്യം ചെയ്യാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യേശുവിനോട് തന്നെ ആത്മാർത്ഥതയോടുകൂടെ ഇന്ന് പ്രാർത്ഥിക്കാം.